നിങ്ങളുടെ ഡിവൈഎസ്പി എത്തിയില്ലടോ ഇതുവരെ? പുറപ്പെട്ടു മാഡം, ഇപ്പൊ എത്തും. മരിച്ചവരുടെ ബന്ധുക്കൾ ആരെങ്കിലും വന്നോ? സുധാകരനും ഭാര്യ രമണിക്കും ഒരു മകള് മാത്രം ഉണ്ടായിരുന്നുള്ളൂ മാഡം. അവരെത്തിയിരുന്നു. സുധാകരനും ഭാര്യയ്ക്കും ജോലി വലുതും ഉണ്ടായിരുന്നോ? സുധാകരൻ വില്ലേജ് മാൻ ആയിരുന്നു. 7 വർഷം മുമ്പ് റിട്ടയർഡായി. ഭാര്യ ഹൗസ് വൈഫാണ്. ഇതാണ് മകള്. മാഡം, എന്തൊക്കെയാണ് മോഷണം പോയിട്ടുള്ളതെന്ന് അറിഞ്ഞോ? കൊല്ലപ്പെട്ട സ്ത്രീയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല കാണാതായിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടതെന്ന് കൃത്യമായിട്ട് അറിയില്ല മാഡം. മകളോട് ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ കാര്യങ്ങൾ സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല വരുന്നു. പ്രതികളെ കുറിച്ച് എന്തെങ്കിലും വിവരം? ഇതുവരെ ഒന്നുമില്ല മാഡം. ചില രേഖകൾ കത്തിച്ചായി കാണുന്നുണ്ട്. പിന്നെ ഇവിടെയെല്ലാം മുളക് പൊടി വിതറിയിട്ടുണ്ട് മാഡം. ഒരു പിടിവലി നടന്നതായിട്ടുള്ള ഒരു ലക്ഷണമുണ്ട് മാഡം. സീനിലെ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ മോഷണത്തിനിടയിലായ കൊലപാതകമാവാനാണ് സാധ്യത. പിന്നെ ഇന്നലെ രാത്രി ഇവിടെ വേറൊരു മോഷണം നടന്നിട്ടുണ്ട് മാഡം. ഒരു ആട്ടുകുട്ടി. പിന്നെ നമ്മുടെ ഷാഡോസിനെ വിട്ട് ഈ പരിസരത്തൊക്കെ ഇപ്പൊ തന്നെ ഒരു അന്വേഷണം നടത്തണം. സംശയമുള്ളവരൊക്കെ നിരീക്ഷണത്തിലും വെക്കണം. പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ നിങ്ങളും കൂടെ ഉണ്ടാവണം. ഓക്കെ മാഡം. പോലീസ് സർജന്റെ ഫസ്റ്റ് ഒപ്പീനിയൻ എന്താണെന്ന് അറിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിക്കണം. ശരി മാഡം. പിന്നെ മീഡിയയോട് ആരും ഇപ്പോൾ ഒരു അഭിപ്രായവും പറയാൻ നിൽക്കണ്ട. ഇതാരാ? ഞാനിവിടുത്തെ മരുമോനാണ്. പേര് രാജൻ. ഒരു മരുന്ന് കമ്പനിയിലെ ഡ്രൈവറാണ്. അടിച്ചിട്ടുണ്ട്. വിഷമം കൊണ്ടാണ് സാറ്. അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ ഒന്നും പറയാറായിട്ടില്ല. പ്ലീസ്. താങ്ക് യു സർ. പോയിസണിങ് ആകാനാണ് സാധ്യത. എന്തോ മണപ്പിച്ച് രണ്ടുപേരെയും ബോധം കെടുത്തിരിക്കാനാണ് ചാൻസ്. സർ, വേറെന്തെങ്കിലും? മരണപ്പെട്ട രമണിയുടെ നഖങ്ങളിൽ നിന്നും 2-3 മെയിൽ ഹെയർസ് കണ്ടെടുത്തിട്ടുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി അത് കൊലയാളിയുടേതായിരിക്കും. മരണോദ്ദേശം എത്ര മണിക്ക് സംഭവിച്ചിട്ടുണ്ടാവും സർ? ഏകദേശം ഇന്നലെ രാത്രി 12 മണിയോടുകൂടി മരണം നടന്നു കാണണം. ഈ രമണിയുടെ ബോഡിയിൽ ലൈംഗിക പീഡനമോ മറ്റോ? ഇല്ല, അങ്ങനെയുള്ളതായിട്ടൊന്നും കാണുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പെട്ടെന്ന് തന്നെ കിട്ടിയിരുന്നെങ്കിൽ അന്വേഷണത്തിനൊരു സഹായമായേനെ. ഷുവർ ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞത് ചില പ്രാഥമിക ഫൈൻഡിങ്സ് മാത്രമാണ്. യെറ്റ് ടു ബി കൺഫേംഡ്. സോ കീപ് ഇറ്റ് ആസ് കോൺഫിഡൻഷ്യൽ. ഷുവർ സർ. താങ്ക് യു സർ. ഇറ്റ്സ് ഓക്കെ. മരിക്കുന്നതിന് മുമ്പ് വിമല അമ്മയും അച്ഛനെ അവസാനമായി കണ്ടത് എപ്പോഴാണ്? കഴിഞ്ഞ ഒക്ടോബർ 2 സർ. എവിടെ വെച്ചാ കണ്ടത്? അച്ഛനും അമ്മയും കാണാൻ ഞങ്ങൾ വീട്ടിലേക്ക് പോവുമായിരുന്നു. അച്ഛനെയും അമ്മയും പോയി കാണാൻ വിശേഷിച്ചെന്തെങ്കിലും കാരണം? ഉണ്ടായിരുന്നു സർ. സ്ത്രീധന ബാക്കി 6 മാസത്തിനുള്ളിൽ കൊടുത്തോളാം എന്നുള്ള ഉറപ്പിലാണ് എൻ്റെ വിവാഹം നടത്തിയത്. വിവാഹത്തിന് ശേഷം അച്ഛനും അമ്മയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. രാജേട്ടൻ നന്നായി മദ്യപിക്കും, ചീറ്റുകളിയുണ്ട്. നിന്റെ തന്ത പിന്നെ പറഞ്ഞ എന്താ രാജേട്ടാ, അച്ഛൻ കുറെ സഹായിച്ചിട്ടില്ലേ രാജേട്ടനെ? ഇങ്ങോട്ട് ന്യായം ഉണ്ടാകണ. തൽക്കാലം എന്റെ കട രാജേട്ടന്റെ ശല്യം സഹിക്കാതായപ്പോഴാ അത്യാവശ്യം കയറി താമസിക്കാനുള്ള പണികളൊക്കെ തീർത്ത് അച്ഛനും അമ്മയും പുതിയ വീട്ടിലേക്ക് താമസം മാറ്റിയത്. രാജേട്ടാ, എങ്ങടായി പോണത്? നിന്റെ തന്ത ശരിയാക്കാൻ സ്ത്രീധന ബാക്കി അച്ഛൻ മക്കൾക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാന്ന് പറഞ്ഞതാ. പക്ഷെ രാജേട്ടൻ സമ്മതിച്ചില്ല. എന്നെ മക്കളെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ പണം രാജേട്ടൻ്റെ കയ്യിൽ കൊടുക്കാൻ അച്ഛൻ സമ്മതിച്ചു. അച്ഛൻ്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന പണം കൂടി രാജേട്ടൻ കടമായി കുറെ ചോദിച്ചെങ്കിലും അച്ഛൻ കൊടുത്തില്ല. സ്ഥലവും വീടും ആരുടെ പേരിലാണ് വാങ്ങിയിരിക്കുന്നത്? അച്ഛൻ്റെ പേരിൽ, കാലശേഷം എൻ്റെ പേരിലും. ഈ വിവരം രാജൻ അറിയാമോ? അറിയാം സർ. ഈ രാജന് മൊബൈൽ ഇല്ലേ? ഉണ്ട് സർ. പക്ഷേ അച്ഛൻ മരിച്ചെന്ന് പുലർച്ചോടെയാണ് രാജേട്ടൻ വീട്ടിൽ വന്നത്. മൊബൈൽ എവിടെ വീണു പോയെന്നും പറഞ്ഞു. ശരി, അയാൾ വന്ന ഉടനെ സ്റ്റേഷനിലേക്ക് വരാൻ പറയണം. ശരി സർ. എന്തെങ്കിലും
എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടാവാതിരിക്കട്ടെ. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ രതീഷേട്ടാ? ചെറിയൊരു പ്രശ്നമുണ്ട്. മർഡർ നടന്ന വീട്ടിൽ നിന്ന് 3 ആളുടെ ഫിംഗർ പ്രിന്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. വളരെ രഹസ്യമായി കിട്ടിയ വിവരാണ്. അതിലൊന്ന് പരപ്പാറ ജെയിംസിൻ്റെതാണ്. ജെയിംസ് പ്രതിയായ സ്ഥിതിക്ക് അറിയാലോ, നിങ്ങൾക്കിത് വലിയ പ്രശ്നമാവും. ഒരുമിച്ച് പെണ്ണ് കാണാൻ പോകാന്ന് ഓർത്ത് ഞാൻ ഈ വയ്യോലിക്കുന്നു. ഇതിപ്പോ ഒരുമാതിരി. അതൊന്നും ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാനിവിടെ വന്നിട്ടുമില്ല, നിങ്ങൾ ഈ വിവരട്ട് അറിഞ്ഞിട്ടുമില്ല. മനസ്സിലായല്ലോ? ഷാഡോസിൽ നമ്മുടെ ഒരാളുണ്ടായത് എന്തായാലും നന്നായി. 3 പേരുടെ ഫിംഗർ പ്രിന്റ്സ് കിട്ടിയ സ്ഥിതിക്ക് കുറഞ്ഞത് 3 പേര് സംഘത്തിലുണ്ടായിരുന്നിരിക്കണം. മാഡം, ഡോറുകൾക്കും ലോക്കിനും ഡാമേജ് ഇല്ലാതെ കൊലപാതകികൾ എങ്ങനെ അകത്ത് കടന്നു എന്നുള്ളതാണ്. കൊല്ലപ്പെട്ടവർക്ക് പ്രതികളെയോ പ്രതികളിൽ ആരെയെങ്കിലുമോ മുൻപരിചയമുണ്ടായിരുന്നിരിക്കണം. അവര് വന്ന് വിളിച്ചപ്പോ വാതിൽ തുറന്നു കൊടുത്തതായിരിക്കണം. മാഡം, പക്ഷേ വിഷം കൊടുത്ത് കൊല്ലുന്നത് ആ കാര്യം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അല്ല മേഡം, ഈ പിടിവലിക്കിടയിൽ മരണവെപ്രാളത്തിൽ രണ്ടുപേരും വെള്ളം മറ്റോ ചോദിച്ചപ്പോ വെള്ളത്തിന് പകരം വിഷമായലേക്ക് ഒഴിച്ചു കൊടുത്താണെങ്കിലും? രണ്ടുപേരും ഒരേ സമയത്ത് വെള്ളം ചോദിക്കോ? ഇല്ല, വഴിയില്ല. ബലം പ്രയോഗിച്ച് കുടിപ്പിച്ചതാവാനാണ് സാധ്യത. ഈ 2.5 പവന് വേണ്ടി 2 പേരെ കൊല്ലുമോ മാഡം? മകൾക്ക് കൊടുത്ത 3 ലക്ഷം രൂപ കൂടി അവിടെ ഉണ്ടാകാമെന്ന നിഗമനത്തിലാണ് പ്രതികൾ വന്നതെങ്കിലും പരിചയമുള്ള പ്രതികളാണെങ്കിൽ ഇരകളെ കൊല്ലുകയല്ലേ മാർഗമുള്ളൂ. അതും ശരിയാണ്. പിന്നെ ഈ കേസ് CI ആയിരിക്കും അന്വേഷിക്കുന്നത്. ഓക്കെ. DYSPയുടെ സൂപ്പർവിഷൻ ഉണ്ടാവും. പിന്നെ ഒരു കാര്യം, പരപ്പാറ ജെയിംസ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഒരു കാരണവശാലും മീഡിയ അറിയരുത്. കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ ഒരാൾ സംഘം ചേർന്ന് കൊലപാതകം കൂടി നടത്തിയെന്നറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പുകലുകൾ ഞാൻ പറയാതെ തന്നെ അറിയാലോ. അറിയാം മേഡം, അറിയാം. That's all now. You may go. ഓക്കെ. മച്ചു ലെവളല്ല നമുക്ക് മുട്ടം പണി തന്നവള്. അവള് തന്നെ ബ്രോ. ഏതാവന്മാര്? ഞാനൊന്ന് പറഞ്ഞില്ലേ അമ്മ, ആ മറ്റേ കേസ്. ഓ, അവന്മാരാണോ? എന്താടാ മക്കളെ, എന്താ കാര്യം? ഏതാളെ, ഇത് ഞങ്ങൾ യങ്സ്റ്റേഴ്സിന് മാറ്ററാ. അങ്ങോട്ട് മാറിക്ക്. നമ്മുടെ പ്രിയങ്കരനായ MLA ഏതാനും നിമിഷങ്ങൾക്കകം കടന്നു വരികയാണ്. എല്ലാ പാർട്ടി പ്രവർത്തകരും ഈ സമ്മേളന നഗരിയിലേക്ക് ചേട്ടാ കടന്നു വാ. എല്ലാവരും ചേർന്ന് വരൂ. അന്ന് നീ ഷോ കാണിച്ച്, ഇന്ന് നിന്റെ ഷോറൂം കണ്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകും. ഈ നിരാഹാര സമരം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എന്തുവാടോ പയ്യെ കയറ്റി. एक गिलास दारू दे दो ना. एक गिलास मैं 10 बजे पिया था भाई. കള്ളിന് വീര്യം കുറവാന്നുള്ള പരാതി കേൾക്കാതിരിക്കാനാ കാശൊന്ന് നിന്നവിടെ കടത്തിരിക്കുന്നത്. കിടക്കവിടെ. അയ്യേ വാ വാ. ഓ, ഒന്നങ്ങോട്ട് മാറിക്കട ശ്രമി. രാവിലെ വന്ന് ഒരു ഗ്ലാസ് കള്ളുടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കും ഏരപ്പാളി മലയാളികൾ. ഈശ്വര, കൊച്ചേട്ടൻ ഇന്നിവിടെ നാശകോശമാവും. മേരെ പ്യാരെ ഷാപ്പുവാസിയോ, നൈ അതല്ല മേരെ ആദ്മി ആയാ ഹേ. നിങ്ങളാരും ജഗടക്ക് പോയത് ഹേ. ഇത് മേരെ അപേക്ഷ ഹേ. എന്തോടോ ചിരിക്കണത്? ഇവരോട് സ്ഥിരം ഹിന്ദി പറഞ്ഞു പഠിച്ചാ ഞാൻ. ആര് വരുന്ന കാര്യം ഈ പുളുന്തം പറയുന്നത്? താനീ നാട്ടിലല്ലേ കൊച്ചേട്ടനാ വരണേ. അയാള് വിറ്റ മനഃപൂർവ്വം എടുക്കും. അത്രയ്ക്ക് ചട്ടമ്പിയാ? ചട്ടമ്പിയാളെ കെട്ടിയോളാ. ഈളങ്ങൾ ചെയ്ത അവര് വന്ന് തല്ലിട്ട് കൂടും.
തള്ളിടൂ. കോമളോ, എടാ കോമാളി, എന്താ വാടാ? എന്താ ചേട്ടാ? എടാ ഹിന്ദിക്കാരൻ വരെ എന്ത് വാട എന്നാ ചോദിച്ചത്. കൊച്ചേട്ട കേറിയിരി. കേറിയിരി. എന്താണ് ഉടക്കണോ? ഉടക്കട 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 ഉണ്ണിയർച്ചേ. ഈശ്വര, എല്ലാം തീരുമാനമായി. അയ്യോ ഓടിക്കോടാ. തൂക്കിയെടുത്ത് ജീപ്പിടറോ? വേണ്ട, പറഞ്ഞാ മതി എവിടെ കേറണമെന്ന്. കേറിക്കോളാം. അല്ല, ഞാനും കേറണോ? പോയി കേറണോ? നിങ്ങളുടെ കെട്ടിയോനെ തല്ലിയ നിങ്ങൾ ആരെയും തല്ലുമല്ലേ? എന്നാ നിങ്ങളുടെ മുമ്പിട്ട് ഇയാളെ ഞാൻ തല്ലാൻ പോവാ. നിങ്ങൾ എന്നെയും തല്ലു. എന്റെ മുന്നിൽ വെച്ച് കൊച്ചേട്ടന്റെ രോമത്തെ തൊടാന്ന് സാറ് കരുതണ്ട. അതിന് ഈ ചിന്നമ്മ ചാകണം. മനസ്സിലായി? എന്താ വത്സലിക്കൊരു മടി? പിടിച്ചു മാറ്റാൻ. സാർ ഓർഡർ ഇട്ടാലൊന്നും അവൾ അനങ്ങില്ല. അവൾക്ക് ശരിക്കും അറിയാം ഈ ഉണ്ണിയാർച്ചയെ. എന്റെ പൊന്നു സാറേ, സാർ ഒറ്റത്തടിയാ. ഞങ്ങൾക്ക് ഈ കുഞ്ഞൂട്ടി പരാധീനങ്ങളൊക്കെ ഉള്ളതാ. ഞാൻ മാറ്റിക്കോളാം. തുടരുത്. വിടി സാറേ, മേത്തോട്ടുള്ള കളിയൊന്നും വേണ്ട. മാറ്റിവെച്ച് സാറേ, ഞാൻ അഡ്വക്കേറ്റ് സൈമൺ പുളിമൂട്. ഒരു സ്ത്രീയെ ചോദ്യം ചെയ്യുമ്പോൾ മേത്ത് തൊടണമെങ്കിൽ അതൊരു വനിതാ പോലീസ് ആയിരിക്കണം. സാറിപ്പോ ഇവിടെ പുതിയ ആളായോണ്ട് നിയമം അറിയാവുന്നില്ലല്ലോ. നമ്മൾ ജാമ്യം എടുക്കാൻ വന്നതായിരിക്കും. കോടതി ഹാജരാക്കും. അവിടുന്ന് ജാമ്യം എടുത്താൽ മതി. ദേ പിന്നെയും വിവരക്കേട്. ഇവരെ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ വനിതാ പോലീസ് ഒന്നും ഇല്ലായിരുന്നു. അല്ലേ തന്നെ ഇവരിപ്പോ ചെയ്ത തെറ്റെന്തുവാ? ഒരു സ്ത്രീ കള്ളുഷാപ്പിൽ കയറിയതോ? അതൊക്കെ ഈ നാട്ടിലൊരു തെറ്റാണോ സാറേ? കേസ് നിൽക്കൂല. ഇവര് തിരിച്ചൊരു കേസ് കൗണ്ടർ ഫയൽ ചെയ്താ സാറിന്റെ തൊപ്പിയിൽ പിന്നെ പുളി ഉണക്കാനേ പറ്റുള്ളൂ. ചാളോ അതൊന്നും ഇറക്കി വിട് സാറേ, കുടുങ്ങുവേ. വിട്ടേക്ക് സാറേ, പുലിവാലി കേസാ. എഴുതി മേടിച്ചിട്ട് പറഞ്ഞു വിടറോ? രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. എല്ലാ കുരുക്കും മുറുക്കി ഞാൻ കാത്തിരിക്കും. നിങ്ങൾ ഒന്ന് വീഴുകയും ചെയ്യും. ഇവിടെ